രാജേശ്വരി വെങ്കിട്ടരമണൻ. മലയാളം ഷോർട്ട് ആൻഡ് 50 വാക്ക്. ഇതിൽ ധാരാളം ഈ യൂട്യൂബ് ചാനൽ ധാരാളം മലയാളം ഷോർട്ട് ആൻഡ് 50 വാക്കും KGT ലോവ് 75 വാക്ക് KGT ഹയർ സ്പീഡ് ഞാൻ ധാരാളം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ബുക്ക് ഞാൻ എഴുതിയതാണ്. സ്പീഡിൽ ഔട്ട്ലൈൻ എഴുതിയിട്ടുണ്ട്. എല്ലാ സ്പീഡിൻ്റെയും ഔട്ട്ലൈൻ എഴുതിയിട്ടുണ്ട്. അത് വേണമെന്നുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട്. ആ നമ്പറിൽ എന്നെ വിളിച്ചാൽ ഈ പുസ്തകം സ്പീഡ് പോസ്റ്റിൽ അയച്ചു തരുന്നതാണ്. ഒരു പുസ്തകം സ്പീഡ് വിത്ത് ഔട്ട്ലൈൻ, രണ്ടാമത് സെക്കൻഡ് പേപ്പർ, മൂന്നാമത് ബുക്കും ഞാൻ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് ഗവൺമെൻറ് ഓർഡർ, ലെറ്റർ, ലേലം, പരസ്യം, ഇതൊക്കെ മലയാളം ഹയറിനുള്ളതാണ്. വേണമെന്നുള്ളവർ അപ്രോച്ച് ചെയ്യാം. ശാസ്ത്രത്തോടൊപ്പം കലയും വളരേണ്ടതിൻ്റെ ആവശ്യകത. ശാസ്ത്രത്തിൻ്റെ സംഭാവനകൾ മനുഷ്യ ജീവിതത്തിന് ഒഴിച്ച് കൂടാൻ ആവില്ല. ഇന്നത്തെ ലോകത്തിൽ ശാസ്ത്രത്തിൻ്റെ സഹായം ഇല്ലാതെ ജീവിക്കാനും ആവില്ല. മനുഷ്യ പുരോഗതിക്ക് ശാസ്ത്രം അത്രമാത്രം സംഭാവനകൾ നൽകിയിട്ടുണ്ട്. മരുന്നും വാഹനങ്ങളും വാർത്താവിനിമയ സൗകര്യങ്ങളും അടങ്ങുന്ന ശാസ്ത്ര പുരോഗതിയുടെ സംഭാവനകൾ ഉപേക്ഷിക്കാൻ നമുക്ക് ആവുകയില്ല. എങ്കിലും രക്ഷകനായ ഈ ശാസ്ത്രം തന്നെ ശിക്ഷകനും ആയിരിക്കുന്നു എന്നതാണ് വാസ്തവം. അണുവായുധങ്ങളും രാസായുധങ്ങളും മിസൈലുകളുമെല്ലാം കണ്ടുപിടിച്ചത് കീടനാശിനികളും വളങ്ങളും ടെലിവിഷനും കണ്ടുപിടിച്ച ശാസ്ത്രം തന്നെ. ഇതിൽ നിന്നും ശാസ്ത്രം മാത്രമായാൽ എല്ലാമായി എന്നർത്ഥമില്ലെന്ന് വ്യക്തമാക്കുന്നു. ശാസ്ത്രം പോലെ തന്നെ മനുഷ്യ പുരോഗതിയിൽ സുപ്രധാനം ആയൊരു പങ്കുവഹിച്ച ഒന്നാണ് കല. മനുഷ്യൻ്റെ വ്യക്തിപരവും സാമൂഹികവുമായ വളർച്ചയ്ക്ക് കലകൾ കൂടിയേ കഴിയൂ. അവ അച്ചടക്കവും ആത്മസംയനവും ഉണ്ടാക്കി എടുക്കാൻ സഹായിക്കുന്നു എന്നതാണ് കാരണം. ജീവിത ദുഃഖങ്ങൾ ദൂരീകരിക്കുന്നതിനും പ്രത്യാശ പകരുന്നതിനും അവ സഹായിക്കാറുണ്ട്. ശാസ്ത്രം ഭൗതിക ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമ്പോൾ കല മാനസിക ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു എന്നതാണ് പ്രധാന വ്യത്യാസം. അതുകൊണ്ട് ശാസ്ത്രത്തിൻ്റേതു മാത്രമായ ഒരു ലോകം ഒരിക്കലും പൂർണ്ണമായി ഇരിക്കുക ഇല്ല. കലകൾ സാംസ്കാരിക സൃഷ്ടികളാണ്. ഓരോ കലാരൂപങ്ങളും ഓരോ സംസ്കാരത്തെ വഹിക്കുന്നുണ്ട്. സംഗീതം ആയാലും നൃത്തം ആയാലും നാടകം ആയാലും കഥകളി ആയാലും സാഹിത്യം ആയാലും അത്തരത്തിൽ ഓരോ സാംസ്കാരിക മുദ്രകൾ പേറുന്നുണ്ടാകും. അതുകൊണ്ട് കലകളിലൂടെ സമൂഹത്തിൻ്റെ അംഗീകാരം പിടിച്ച് പറ്റാനും ഉയരാനും നമുക്ക് സാധിക്കും. കല മനുഷ്യ സാഹോദര്യത്തെ ആണ് വാഴ്ത്തുന്നത്. അതുകൊണ്ട് ലോകത്തിൻ്റെ നിലനിൽപ്പിനും
നന്മയ്ക്കും പറ്റിയ ആയുധം കൂടിയാണ് കല. കലകൾ ജനങ്ങളുടെ ശക്തമായ ആവിഷ്കാരത്തിനുള്ള മാർഗങ്ങളിൽ ഒന്നാണ്. അതൊരു ആശയ വിനിമയ ഉപാധിയും ആണ്. അതുകൊണ്ട് ഒരു ജനാധിപത്യ രാജ്യത്തിൽ ജനങ്ങളുടെ നാവായ കലയ്ക്ക് അതിപ്രധാനമായ സ്ഥാനം ഉണ്ട്. പൗരാവകാശങ്ങൾ നിലനിർത്തുന്നതിനും അനീതിക്കും അഴിമതിക്കും എതിരെ പോരാടുന്നതിനും കലയ്ക്ക് കഴിയും. ജാതി, മതം, വർഗം, ദേശം, ഭാഷ തുടങ്ങിയ എല്ലാത്തരം വിഭാഗീയ ചിന്താഗതികൾക്കും എതിരെ മനുഷ്യനെ ഒന്നിപ്പിക്കാനും കലയ്ക്ക് കഴിയും. അതുകൊണ്ടാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ നിന്ന് കലയെ മാറ്റി നിർത്തരുത് എന്ന് ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞത്. ശാസ്ത്രം ബുദ്ധിയോട് ബന്ധപ്പെട്ടിരിക്കുമ്പോൾ കല ഹൃദയത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് സാംസ്കാരിക മഹിമ ഉള്ളതും എന്നാൽ സമ്പൽ സമൃദ്ധവുമായ ഒരു രാജ്യത്തിൻ്റെ സൃഷ്ടിയിൽ ശാസ്ത്രത്തിനെന്ന പോലെ കലയ്ക്കും സുപ്രധാന പങ്ക് ഉണ്ട്.